ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഞാൻ ഇന്നൊരു ന്യൂ ഡ്രാമയുമായിട്ടാണ് നിങ്ങളിലേക്ക് എത്തിയിട്ടുള്ളത്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരെ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെയുള്ള ബെല്ലൈക്കനും കൂടി എനേബിൾ ചെയ്ത് വെച്ചേക്കുക. കൂടെ തന്നെ വീഡിയോക്ക് ഒരു ലൈക്കും വീഡിയോനെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമന്റിലൂടെയും അറിയിച്ച് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അധികം വെയിറ്റ് ചെയ്യാണ്ട് നമുക്ക് ന്യൂ ഡ്രാമയിലേക്ക് പോകാം. ഡ്രാമയുടെ തുടക്കത്തിൽ തന്നെ ഹീറോയിൻ ആയിട്ടുള്ള സിയേനെയാണ് കാണിക്കുന്നത്. പുള്ളിക്കാരി ഒരു ഫാഷൻ ഡിസൈനർ ആണ്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഒരു വലിയ ഫാഷൻ ഷോ അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കും. അതേ ടൈമിന് ഒരു ഇൻവെസ്റ്റിഗേറ്റർ സിയയുടെ അടുത്തേക്ക് വരും. മാഡം, നിങ്ങൾ പറഞ്ഞ പ്രകാരം ഹോജിങ്യാൻ എന്നുള്ള മോഡലിനെ കുറിച്ച് ഞാൻ കൂടുതലായിട്ട് അന്വേഷിച്ചു. നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ വലിയ കുഴപ്പക്കാരനൊന്നും അല്ല. എന്തായാലും നിങ്ങളുടെ പ്ലാൻ എക്സിക്യൂട്ട് ചെയ്തു എന്ന് പറയും. ഇത് കേൾക്കുമ്പോ തന്നെ ഹീറോയിൻ കളത്തിലേക്ക് ഇറങ്ങും. അങ്ങനെ സീൻ കട്ട് ചെയ്താല് ഹീറോനെ കാണിക്കാണ്. പുള്ളിക്കാരൻ ഒരു സൂപ്പർ ബൈക്കില് ഹെൽമെറ്റ് ഒക്കെ വെച്ച് പാഞ്ഞു വന്നോണ്ടിരിക്കായിരിക്കും. പെട്ടെന്നാണ് ഹീറോയിന് ഒരുപാട് ഗുണ്ടകൾ ഓടിച്ചിടാനായിട്ട് തുടങ്ങുന്നത്. അങ്ങനെ ഓടുന്നതിനിടയ്ക്ക് കാല് തന്നെ നിലത്തേക്ക് വീഴും. പിന്നെ എഴുന്നേറ്റ് നിൽക്കാനേ പറ്റുന്നില്ല. ഇതെല്ലാം കണ്ടുകൊണ്ട് ഹീറോയും അങ്ങോട്ടേക്ക് വരും. അങ്ങനെ തന്നെ പുള്ളിക്കാരൻ കളത്തിലേക്ക് ഇറങ്ങി എല്ലാ ഗുണ്ടകളെയും അടിച്ചോടിച്ച് ഹെൽമെറ്റും വലിച്ചൂരി ഹീറോയിന്റെ അടുത്ത് നീ ഓക്കെ ആണോ എന്ന് ഇങ്ങനെ ചോദിക്കും. ഹീറോയിനാണെങ്കിൽ ആ ഹീറോയുടെ ഫേസ് കാണുമ്പോ തന്നെ എന്തൊരു ഭംഗിയാണ് ഇവനെ കാണാനെന്നും പറഞ്ഞിട്ട് ഇമ വെട്ടാണ്ട് നോക്കിക്കൊണ്ട് നിൽക്കും. ഇത് കാണുമ്പോ നീ ഓക്കെ ആണോന്ന് വീണ്ടും ഹീറോ ചോദിക്കും. ആ, ഞാൻ ഓക്കെയാണ്, പക്ഷെ എനിക്ക് ഒറ്റക്ക് എഴുന്നേൽക്കാനായിട്ട് പറ്റില്ല എന്നും പറഞ്ഞ് കൈ ഇങ്ങനെ നീട്ടും. അപ്പൊ തന്നെ ഹീറോയും ഹീറോയിനെ കോരിയെടുത്ത് സേഫ് ആയിട്ട് ബൈക്കിലേക്ക് ഇരുത്തി ഹെൽമെറ്റ് ഒക്കെ ഇട്ട് കൊടുക്കും. ഇങ്ങനെ ക്ലോസപ്പില് ഹീറോയിനെ കാണുമ്പോ ഹീറോയിനാണെങ്കിൽ അവിടെ ഫ്ലാറ്റ് ആവുകയാണ്. പിന്നെ എന്തായിരിക്കും നടക്കുക? ഹീറോയിൻ ഒരു ഫീലോട് കൂടി ഹീറോനെ അങ്ങോട്ട് കെട്ടിപ്പിടിക്കും. അങ്ങനെ രണ്ടുപേരും കൂടി ബൈക്കിൽ അവിടെ നിന്ന് അങ്ങോട്ട് പോകും. ആക്ച്വലി നമ്മുടെ സിയ ഇത്രയും നാള് ഹോജിങ്യാൻ എന്നുള്ള ഒരു മോഡലിനെ പറ്റി അന്വേഷിച്ചുകൊണ്ടിരിക്കുവായിരുന്നല്ലോ. ആ ഒരു മോഡല് നമ്മുടെ ഹീറോയാണ്. ഹീറോനെ ഇനി മുതൽ നമുക്ക് യാൻ എന്ന് വിളിക്കാം. അങ്ങനെ സീൻ കട്ട് ചെയ്താല് ഈ ഒരു സംഭവം നടക്കുന്നതിന് ഒരുപാട് നാളുകൾക്ക് മുമ്പ് നടന്ന കാര്യം കാണിക്കാണ്. ആക്ച്വലി സിയ ഒരു ഫാഷൻ ഡിസൈനർ ആണല്ലോ. പുള്ളിക്കാരി ഇപ്പോ ഫെനി എന്ന കമ്പനിയില് യുനി എന്ന ബ്രാൻഡിന് വേണ്ടിയിട്ട് ക്ലോത്ത് ഒക്കെ ഡിസൈൻ ചെയ്ത് കൊടുത്തോണ്ടിരിക്കുകയാണ്. എന്നാലും പുള്ളിക്കാരിയുടെ മനസ്സിൽ സ്വന്തമായിട്ട് ഒരു ബ്രാൻഡ് ക്രിയേറ്റ് ചെയ്യണമെന്നുള്ള ആഗ്രഹം കൂടിയുണ്ട്. അങ്ങനെ പുള്ളിക്കാരി പോയിക്കൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് സിയ വർക്ക് ചെയ്യുന്ന കമ്പനിക്ക് ഒരുപാട് ലോസ് സംഭവിക്കും. അതുകൊണ്ട് തന്നെ യുനി എന്നുള്ള ബ്രാൻഡ് നീക്കം ചെയ്യാനായിട്ട് പോവുകയാണെന്ന് സിയയുടെ അടുത്ത് അവിടെയുള്ള HM വന്ന് പറയും. എന്നാലും നമുക്ക് ഒന്നും കൂടി നോക്കാന്ന് സിയ റിക്വസ്റ്റ് ചെയ്യുമെങ്കിലും അയാളാണെങ്കിലോ അതിനൊന്നും സമ്മതിക്കില്ല. ഓൾറെഡി ഒരുപാട് ലോസ് സംഭവിച്ചു കഴിഞ്ഞു. ഇനിയും ഇത് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് പറ്റില്ല എന്ന് അയാൾ കട്ടായം പറയും. ഇനി എന്ത് ചെയ്യണോന്ന് അറിയാൻ പാടില്ലാണ്ട് സിയയും അവിടെ ഇരുന്ന് ആലോചിക്കാനായിട്ട് തുടങ്ങും. ആ ടൈമിനാണ് മരിച്ചുപോയ അച്ഛന്റെ പേരിൽ ഒരുപാട് സ്വത്തുള്ള കാര്യം പുള്ളിക്കാരിക്ക് ഓർമ്മ വരുന്നത്. എന്തായാലും ആ സ്വത്തെല്ലാം വിറ്റ് തനിയെ ഒരു ബ്രാൻഡ് ക്രിയേറ്റ് ചെയ്ത് കൊണ്ടുപോവാന്ന് തീരുമാനിക്കും. പക്ഷേ ആ പ്രോപ്പർട്ടീസ് എല്ലാം ഇവളുടെ പേരിലേക്ക് വരണമെങ്കിൽ ഇവള് മാരേജ് ചെയ്തിരിക്കണം. അങ്ങനെ ഒരു മാരേജ് ചെയ്ത് ഈ സ്വത്തെല്ലാം കൈക്കലാക്കാൻ വേണ്ടിയിട്ടാണ് പുള്ളിക്കാരി യാനിനെ കുറിച്ച് കൂടുതലായിട്ട് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്തത് പോലും. ഇപ്പോ നേരെ ഇവരുടെ ലോയറിന്റെ അടുത്തേക്ക് ചെല്ലും. ആക്ച്വലി ഈ ലോയർ സിയയുടെ അങ്കിളും കൂടിയാണ്. പുള്ളിക്കാരൻ വന്നിരുന്ന ഉടനെ തന്നെ എന്തായാലും ഈ ടൈമിന് നിനക്ക് ഒരുപാട് ക്യാഷ് ആവശ്യമാണെന്ന് എനിക്കറിയാം. നിന്റെ ഡാഡ് എഴുതി വെച്ച പോലെ അല്ലാണ്ട് എനിക്കൊന്നും ചെയ്യാനായിട്ട് പറ്റില്ല. ഞാൻ ഭയങ്കര ഹെൽപ്ലെസ് ആണെന്ന് പറയും. അപ്പൊ തന്നെ സിയ എനിക്ക് ആ സ്വത്ത് കിട്ടാൻ വേണ്ടിയിട്ട് ഞാനൊരു മാരേജ് ചെയ്താൽ പോരെ എന്ന് ഇങ്ങനെ ചോദിക്കും. ആ, അത് മതി. എന്നാലും മേജർ ഒരു ആക്സിഡന്റ് കഴിഞ്ഞതിന് ശേഷം പാസ്റ്റ് ലൈഫിനെ കുറിച്ചെല്ലാം നീ മറന്നു. ഇപ്പൊ ഒരു പുതിയ ലൈഫ് ജീവിച്ചുകൊണ്ടിരിക്കുകയല്ലേ. അപ്പോ നിനക്ക് ഇതെല്ലാം കൂടി മാനേജ് ചെയ്യാൻ പറ്റുമോ എന്ന് ഇങ്ങനെ ചോദിക്കും. ആ അങ്കിൾ, എന്നെ കൊണ്ട് പറ്റുമോന്ന് സിയയും ഭയങ്കര കോൺഫിഡന്റ് ആയിട്ട് തന്നെ പറയും. നീ ഇത്രയ്ക്ക് കോൺഫിഡന്റ് ആണെങ്കിൽ എനിക്ക് ഇതിലൊന്നും പറയാനായിട്ടില്ല. പിന്നെ നിനക്ക് സിയാനെ കുറിച്ച് എന്താ അഭിപ്രായം? അവനെ ഞാൻ അഡോപ്റ്റ് ചെയ്ത് വളർത്തിയതാണെങ്കിൽ പോലും അവനെ നീയും കുഞ്ഞിലെ മുതലേ കാണുകയല്ലേ. അപ്പോ നീ അവനെ ഒന്ന് കൺസിഡർ ചെയ്തൂടെ എന്ന് ഇങ്ങനെ ചോദിക്കും. അയ്യോ സോറി അങ്കിൾ, ഓൾറെഡി എനിക്കൊരു ബോയ് ഫ്രണ്ട് ഉണ്ടെന്നും പറഞ്ഞ് നമ്മുടെ ഹീറോന്റെ പ്രൊഫൈലൊക്കെ എടുത്ത് അങ്കിളിനായിട്ട് കാണിച്ചു കൊടുക്കും. ആ, എന്തായാലും കാണാനൊക്കെ കൊള്ളാം. നെക്സ്റ്റ് വീക്ക് ആ പയ്യനുമായിട്ട് നീ എന്നെ മീറ്റ് ചെയ്യാൻ പാന്ന് പറയും. ആ, ഓക്കെ എന്നും പറഞ്ഞിട്ട് സിയ നടന്നു പോകുമ്പോ കറക്റ്റ് ആയിട്ട് സിയാനും ഓപ്പോസിറ്റ് ആയിട്ട് വരും. ഹായ് സിയാന്ന് നമ്മുടെ ഹീറോയിനെ വിളിക്കുന്നുണ്ടെങ്കിലും പുള്ളിക്കാരൻ മൈൻഡ് ചെയ്യാണ്ട് പോകും. അങ്ങനെ തന്നെ അങ്കിളിന്റെ അടുത്തേക്ക് ചെന്ന് എന്താ ഡാഡ്, അവൾക്ക് എന്താ പറ്റിയതെന്ന് ഇങ്ങനെ ചോദിക്കും. അപ്പൊ തന്നെ പുള്ളിക്കാരൻ ഹീറോന്റെ പ്രൊഫൈൽ എടുത്ത് ഇങ്ങനെ കൊടുക്കും. അങ്ങനെ സീൻ കട്ട് ചെയ്താല് പ്രസന്റിലേക്ക് വരുവാണ്. കാലില് പരിക്ക് പറ്റിയിരിക്കുന്ന സിയനെയുമായിട്ട് യാൻ അവളുടെ വീട്ടിലേക്ക് വരും. എന്തായാലും നിങ്ങൾ കയറിയിരിക്കും, നിങ്ങൾക്കും ഒരുപാട് പരിക്കൊക്കെ പറ്റിയിട്ടുണ്ടല്ലോ. ഞാൻ ഫസ്റ്റ് എയ്ഡ് ബോക്സ് എടുത്തുകൊണ്ട് വരാന്ന് പറയും. ആ, ഓക്കെ എന്നും പറഞ്ഞ് പെട്ടെന്ന് തന്നെ ഞാൻ അവന്റെ ഷർട്ട് അഴിക്കും. ഇത് കാണുമ്പോ സിയക്ക് വല്ലാണ്ടാകും. അയ്യേ, ഇവനൊരു നാണവും ഇല്ലല്ലോ എന്നും പറഞ്ഞ് പയ്യെ തിരിയും. ആ ടൈമിനാണ് ടേബിളില് ഇവനെ പറ്റി ഇൻവെസ്റ്റിഗേറ്റ് ചെയ്ത ആ ഒരു പേപ്പറൊക്കെ കാണുന്നത്. പെട്ടെന്ന് തന്നെ ഓടിപ്പോയി
പോയി ഫസ്റ്റ് എയ്ഡ് ബോക്സ് അതിന്റെ പൊക്കത്തേക്ക് വെക്കും. അങ്ങനെ ഫസ്റ്റ് എയ്ഡ് ബോക്സിൽ നിന്ന് ഒരു ഓയിൽമെന്റ് എടുത്ത് ഇന്ന ഓയിൽമെന്റ് നിങ്ങൾ അത് പുരട്ടിക്കോന്ന് അറിയും. അപ്പൊ തന്നെ ഞാൻ ഷോൾഡർ കാണിച്ചു കൊടുക്കും. ഇത് കാണുമ്പോ സിയ ഫ്ലാറ്റ് ആകും. ഓ എന്തൊരു ബോഡിയാണ്, എന്തായാലും സൂപ്പർ ആയിട്ടുണ്ട്, ഇവൻ നന്നായിട്ട് ബോഡിയൊക്കെ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടല്ലോ എന്നും പറഞ്ഞ് ഓയിൽമെന്റ് ഒക്കെ എടുത്ത് ഭയങ്കരമായിട്ട് പുരട്ടി കൊടുക്കാനായിട്ട് തുടങ്ങും. അവിടെ ഇവിടെയും തൊടുമ്പോഴത്തേക്കും ഞാനിന് എന്തോ പോലെ ആകും. അല്ല നിങ്ങൾ എന്തായി കാണിക്കുന്നതെന്ന് ഇങ്ങനെ ചോദിക്കും. ഇല്ല ഇല്ല ഒന്നുമില്ല, നിങ്ങളുടെ ബോഡി എന്തായാലും സൂപ്പർ ആയിട്ടുണ്ട്, നിങ്ങളുടെ ബോഡി നിങ്ങൾ നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്, നിങ്ങൾക്ക് ഭാവിയിൽ ഒരു കഴിവ് ഞാൻ കാണുന്നുണ്ട്, എന്റെ കമ്പനിയിൽ മോഡലായിട്ട് വന്ന് ചേരാമോ എന്ന് ഇങ്ങനെ ചോദിക്കും. എന്നെ കൊണ്ടൊന്നും പറ്റില്ല എന്നും പറഞ്ഞ് അഴിച്ചിട്ട് ഷർട്ട് പെട്ടെന്ന് എടുക്കാനായിട്ട് പോകും. അപ്പൊ തന്നെ സിയ അവന്റെ കയ്യിലേക്ക് കയറി പിടിക്കും. അയ്യോ നിങ്ങളുടെ കയ്യിലും ഒരുപാട് മുറിവുണ്ട്, ഞാൻ തന്നെ നിങ്ങൾക്ക് മരുന്ന് പുരട്ടി തരാന്നും പറഞ്ഞ് എങ്ങനെയെങ്കിലും ഹീറോന ഇന്ന് ഇവിടെ സ്റ്റേജ് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെയോ കാട്ടി കൂട്ടിക്കൊണ്ടിരിക്കും. ഒരുപാട് നേരം കഴിയുമ്പോൾ ഹീറോന് വല്ലാണ്ട് ടെൻഷൻ ആകും. അങ്ങനെ തന്നെ ആ ബാൻഡേജ് പിടിച്ച് വലിക്കും. പെട്ടെന്ന് സിയ മറിഞ്ഞ് നിലത്തേക്ക് വീഴാനായിട്ട് പോകും. സിയ നിലത്തേക്ക് വീഴാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ വന്ന് സിയനെ താങ്ങി പിടിക്കും. അങ്ങനെ ഇവര് ഭയങ്കര ക്ലോസ് ആയിട്ട് നിൽക്കും. ഇത്രക്ക് ക്ലോസപ്പില് ഹീറോനെ കാണുമ്പോ അയ്യോ ഇവനെ കാണാനായിട്ട് എന്തൊരു ഹാൻസം ആണ്, എന്തായാലും ഇവനെ ഇന്ന് വിടാൻ പാടില്ല എന്നും പറഞ്ഞ് നിങ്ങൾക്ക് ഇന്ന് ഇവിടെ തന്നെ സ്റ്റേ ചെയ്തൂടെ എന്ന് യാനിന്റെ അടുത്ത് ചോദിക്കും. ഇത് കേട്ട് യാനും ഒന്ന് ഷോക്കാകും. എന്താ നീ പറയുന്നത്, ഒരുമിച്ച് സ്റ്റേ ചെയ്യാനാണോ എന്ന് ഇങ്ങനെ ചോദിക്കും. അങ്ങനെയല്ല ഞാൻ ഉദ്ദേശിച്ചത്, ഇന്നിപ്പോ ഭയങ്കര ലേറ്റ് ആയില്ലേ, ഇവിടെ ഒരു ഗസ്റ്റ് റൂം ഉണ്ട്, ഇന്ന് വേണമെങ്കിൽ ഇവിടെ സ്റ്റേ ചെയ്തു എന്നിട്ട് രാവിലെ പോയാ പോരെന്ന് ഇങ്ങനെ ചോദിക്കും. അങ്ങനെയാണോ പറഞ്ഞു വരുന്നത്, അങ്ങനെയാണെങ്കിൽ ഓക്കെ എന്നും പറഞ്ഞ് ഞാനും സമ്മതിക്കും. അങ്ങനെ സീൻ കട്ട് ചെയ്താല് കുറച്ചു നാളുകൾക്ക് മുമ്പ് നടന്ന കാര്യം കാണിക്കാണ്. ഞാൻ ആരെയോ കോൾ ചെയ്ത് ഞാൻ അന്വേഷിച്ച് കണ്ടുപിടിക്കാൻ പറഞ്ഞ പെൺകുട്ടീനെ നിങ്ങൾ കണ്ടുപിടിച്ചോന്ന് ഇങ്ങനെ ചോദിക്കും. ഇല്ല ഞങ്ങൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്, എത്രയും പെട്ടെന്ന് കണ്ടുപിടിച്ചു തരാന്ന് അവിടെ നിന്നും പറയുന്നുണ്ട്. നിങ്ങൾ ഇങ്ങനെ തട്ടാമുട്ടി ന്യായം പറഞ്ഞുകൊണ്ട് നിന്നാ പോരാ, എത്രയും പെട്ടെന്ന് കണ്ടുപിടിക്കണമെന്നും പറഞ്ഞ് കുറച്ച് ടെററായിട്ട് സംസാരിച്ച് പയ്യെ ഇങ്ങനെ തിരിഞ്ഞു നോക്കും. അതേ ടൈം സിയ യാനിന്റെ അറ്റൻഷൻ നേടിയെടുക്കാൻ വേണ്ടിയിട്ട് പുള്ളിക്കാരി തന്നെയാണ് ഈ ഗുണ്ടകളെയൊക്കെ അറേഞ്ച് ചെയ്ത് അങ്ങനെ ഒരു സീൻ ക്രിയേറ്റ് ചെയ്തതെന്നും നമ്മളെ ഇപ്പോ കാണിക്കുന്നുണ്ട്. അങ്ങനെ സീൻ കട്ട് ചെയ്താല് നെക്സ്റ്റ് ഡേ മോർണിംഗ് രണ്ടുപേരും എഴുന്നേറ്റ് എന്ത് സംസാരിക്കണോന്ന് അറിയാൻ പാടില്ലാണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിക്കൊണ്ട് നിൽക്കും. ആ ടൈമിന് കറക്റ്റ് ആയിട്ട് രണ്ടുപേർക്കും ഒരേ ടൈമിന് കോളും വരും. രണ്ടുപേരും കോൾ അറ്റൻഡ് ചെയ്ത ഉടനെ തന്നെ രണ്ടുപേരുടെയും ഫേസ് മാറും. ആദ്യം തന്നെ സിയ എന്റെ കമ്പനിയിൽ ചെറിയൊരു പ്രോബ്ലം നടക്കുന്നുണ്ട്, അതുകൊണ്ട് സോറി എനിക്ക് എത്രയും പെട്ടെന്ന് ഓഫീസിലേക്ക് പോകണമെന്ന് പറയും. ആ ടൈമിന് ഹീറോയും എന്റെ കമ്പനിയിലും മോഡൽസിനെയൊക്കെ ഹയർ ചെയ്യാനായിട്ടുള്ള ഓഡീഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്, അതുകൊണ്ട് എനിക്കും പോകണമെന്നും പറഞ്ഞ് സംസാരിക്കാൻ വന്ന കാര്യം വിട്ട് രണ്ടുപേരും അവിടെ നിന്ന് എഴുന്നേറ്റ് പയ്യെ പോകും. ആദ്യം തന്നെ നമ്മുടെ ഹീറോ ഭയങ്കര കോസ്റ്റ്ലി ആയിട്ടുള്ള കാറില് വലിയൊരു ഓഫീസിലേക്ക് വന്നിറങ്ങി ഭയങ്കരമായിട്ട് ആറ്റിറ്റ്യൂഡ് ഇട്ട് നടന്നു പോകും. നമ്മളെല്ലാവരും വിചാരിച്ച പോലെ ഹീറോ ഒരു സാധാരണ ഒരു മോഡലൊന്നും അല്ല, വലിയൊരു കമ്പനിയിലെ സിഇഒ ആണ്. ഇപ്പോ കമ്പനിയിൽ വലിയ എന്തോ ഒരു ഇഷ്യൂ നടക്കുന്നുണ്ട്, അത് സോൾവ് ചെയ്യാനായിട്ടാണ് ഞാൻ അങ്ങോട്ടേക്ക് എത്തിയിരിക്കുന്നത് പോലും. ഒരു വർഷത്തിനുള്ളിൽ 1000 മില്യൺ ടേൺ ഓവർ ഈ കമ്പനിയിലേക്ക് കൊണ്ടുവരണമെന്ന് ഞാൻ പറഞ്ഞു പോയിട്ട് ഇപ്പതേ 6 മാസത്തോളമായി. അതിന്റെ പകുതി പോലും നിങ്ങൾക്ക് ആർക്കും അച്ചീവ് ചെയ്യാനായിട്ടേ പറ്റിയിട്ടില്ല. നിങ്ങളെല്ലാവരും എന്തെടുത്തോണ്ടിരിക്കുകയാണെന്നും പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് ഒച്ചയെടുക്കാനായിട്ട് തുടങ്ങും. സാർ നിങ്ങൾ പേഴ്സണൽ റീസൺ കാരണം ലീവ് എടുത്തു പോയ ആ ഒരു ടൈമിന് ഫെനി ഗ്രൂപ്പ് 5 കളർ ഇന്ത്യൻ ബേബി ടെക്നിക് എന്നുള്ള ഒരു പ്രോജക്റ്റ് ലോഞ്ച് ചെയ്തു. അതുകൊണ്ട് തന്നെ കളർ ഡൈയിങ് ചെയ്യാനായിട്ടുള്ള പ്രോസസ്സിന്റെ ഡ്യൂറേഷനും ഭയങ്കരമായിട്ട് കുറഞ്ഞു. അതുകൊണ്ട് നമ്മുടെ ക്ലയൻസ് എല്ലാവരും നമ്മുടെ കൂടെയുള്ള കോൺട്രാക്ട് ക്യാൻസൽ ചെയ്ത് ഫെനി ഗ്രൂപ്പിന്റെ കൂടെ പോയി ചേർന്നു എന്ന് പറയും. നമ്മളെക്കാളും ഒരാൾ ബെസ്റ്റ് ആയി കഴിഞ്ഞാൽ അവരെക്കാളും ബെസ്റ്റ് ആവാനായിട്ട് നമ്മൾ പ്രയത്നിക്കണം, അല്ലാണ്ട് ഇങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്തിട്ട് കാര്യമില്ല. എനിക്ക് നിങ്ങളുടെ എക്സ്പ്ലനേഷൻ വേണ്ട, നിങ്ങളുടെ ബെസ്റ്റ് നിങ്ങൾ കൊടുക്കണം. എന്തായാലും നിങ്ങൾ പോയിട്ട് എല്ലാം ടാലിയാക്കാനായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ നോക്കുന്ന ഞാനും പറയും. അങ്ങനെ സീൻ കട്ട് ചെയ്താല് സിയാൻ യാനിനെ കുറിച്ച് ചിന്തിച്ചോണ്ടിരിക്കായിരിക്കും. ആ ടൈമിന് സിയ അകത്തേക്ക് കയറി വരും. നീ എന്താണ് എന്നെ കാണണമെന്ന് പറഞ്ഞതെന്ന് ഇങ്ങനെ ചോദിക്കും. ഫെനി ഗ്രൂപ്പിന്റെ കൂടെയുള്ള നിന്റെ കോൺട്രാക്ട് ക്യാൻസൽ ചെയ്യാൻ പോവുകയാണെന്ന് ഞാൻ അറിഞ്ഞല്ലോ, ഇനി നീ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് ഇങ്ങനെ ചോദിക്കും. നീ കേട്ടത് സത്യമാണ്, എന്ത് ചെയ്യണമെന്ന് ഞാൻ ഇനി ചിന്തിക്കണോന്ന് പറയും. എന്തായാലും നീ ഫെനി ഗ്രൂപ്പിന്റെ കൂടെയുള്ള കോൺട്രാക്ട് ക്യാൻസൽ ചെയ്തേക്ക്, ഇപ്പൊ നിന്നെ ഹെൽപ്പ് ചെയ്യാനായിട്ട് 5 ഗ്രൂപ്പിനെ സാധിക്കുള്ളൂ എന്ന് പറയും. ഇത് കേൾക്കുമ്പോൾ ജിയയും ഒന്ന് ആലോചിക്കും. അപ്പൊ തന്നെ ജിയാൻ ഇന്ന് 5 ഗ്രൂപ്പിന്റെ പ്രസിഡന്റ് മിസ്റ്റർ കിം ഒരു പാർട്ടി ഓർഗനൈസ് ചെയ്യുന്നുണ്ട്, അതും നൈറ്റ്, നിനക്ക് താല്പര്യം ഉണ്ടെങ്കിൽ അങ്ങോട്ടേക്ക് വാന്നും പറഞ്ഞ് ഒരു ഇൻവിറ്റേഷൻ എടുത്തു കൊടുക്കും. ഓക്കെ ഞാൻ വരാന്ന് ജിയ പറയുമ്പോഴത്തേക്കും എന്തായാലും നീ ഇന്ന് പാർട്ടിക്ക് വരുമ്പോ നീ നിന്റെ ബോയ് ഫ്രണ്ടുമായിട്ട് വരണോന്ന് അറിയും. ഇത് കേൾക്കുമ്പോൾ ജിയക്കൊന്ന് ഷോക്കാകും. ഇതുവരെ ഒരു കാര്യവും ഞാൻ അവന്റെ അടുത്ത് തുറന്നു പറഞ്ഞിട്ടില്ല, അപ്പൊ ഇനി എന്റെ പാർട്ട്ണറായിട്ട് വരാൻ പറഞ്ഞ ഇത് ഞാൻ എങ്ങനെ ഹാൻഡിൽ ചെയ്യുമെന്നും പറഞ്ഞ് ആലോചിച്ചുകൊണ്ട് നിൽക്കും. അങ്ങനെ സീൻ കട്ട് ചെയ്താല് ഞാനിനെ കാണിക്കാണ്. നിങ്ങൾ വെറുതെ തട്ടാമുട്ടി ന്യായോന്നും പറഞ്ഞ് എന്നെ ആശ്വസിപ്പിക്കാനായിട്ട് ശ്രമിക്കണ്ട, ഇതിനുള്ള ഒരു പെർഫെക്റ്റ് സൊല്യൂഷൻ എനിക്ക്
എനിക്കിപ്പോ വേണോന്ന് പറയും. അപ്പൊ തന്നെ വേറൊരാള്, അങ്ങനെയാണെങ്കിൽ ഫൈ ഗ്രൂപ്പിന്റെ പ്രസിഡന്റ് ഇന്നൊരു പാർട്ടി അറേഞ്ച് ചെയ്തിട്ടുണ്ട്, നമുക്ക് അവിടെ പോയി പുള്ളിക്കാരനോട് സംസാരിക്കാം, അതിലൂടെ നമുക്ക് ഒരുപാട് പ്രോജക്റ്റ് കിട്ടാനായിട്ടുള്ള ചാൻസ് ഉണ്ടോന്ന് പറയും. അപ്പൊ തന്നെ മാനേജറും ഫൈ ഗ്രൂപ്പിന്റെ കൂടെ ഒരു കോൺട്രാക്ട് സൈൻ ചെയ്യണമെങ്കിൽ നമ്മൾ ഒരുപാട് ക്യാഷ് അവർക്കായിട്ട് ഇറക്കേണ്ടി വരും എന്ന് പറയും. എനിക്ക് ക്യാഷ് ഇവിടെ പ്രശ്നമേ അല്ല, എനിക്ക് വേണ്ടത് റിസൾട്ട് ആണ്, റിസൾട്ട് എനിക്ക് പെർഫെക്റ്റ് ആയിരിക്കണമെന്ന് ഹീറോയും ഭയങ്കര സ്ട്രിക്റ്റ് ആയിട്ട് പറയും. അതേ ടൈം യാനിന് കോൾ ചെയ്യും, പക്ഷേ സ്വിച്ച് ഓഫ് എന്നാണ് കാണിക്കുന്നത്. അങ്ങനെ തന്നെ വോയിസ് മെയിലിലേക്ക് പോകും. എനിക്ക് നിന്നോട് അത്യാവശ്യമായിട്ടൊരു കാര്യം സംസാരിക്കാനായിട്ടുണ്ട്. ഈ വോയിസ് മെയില് കിട്ടിയ ഉടനെ തന്നെ നീ എന്നെ തിരിച്ചു വിളിക്കണമെന്നും പറഞ്ഞ് നടന്നു പോകും. ഇത് കേൾക്കുന്ന സിയാന് വല്ലാത്തൊരു ദേഷ്യമൊക്കെ വരുന്നുണ്ട്. അങ്ങനെ സീൻ കട്ട് ചെയ്താല് നൈറ്റ് നമ്മുടെ സിയ ആ ഒരു പാർട്ടിക്ക് ചെല്ലും. മിസ്റ്റർ കിമ്മിന്റെ അടുത്ത് അവളുടെ ഐഡിയാസിനെ കുറിച്ചും സംസാരിക്കും. പുള്ളിക്കാരനും സിയയുടെ അടുത്ത് പോസിറ്റീവായിട്ട് തന്നെയാണ് റെസ്പോണ്ട് ചെയ്യുന്നത്. ആ ടൈമിന് സിയേനെ പരിചയമുള്ള ഒരു പെൺകുട്ടി ഇടയിലേക്ക് കയറി വരും. അല്ല, നിനക്കൊരു ബോയ് ഫ്രണ്ട് ഉണ്ടെന്നൊക്കെ ഞാൻ അറിഞ്ഞല്ലോ, അവനെ എന്തുകൊണ്ടാണ് നീ ഈ പാർട്ടിക്ക് വിളിച്ചുകൊണ്ട് വരാത്തേന്ന് ഇങ്ങനെ ചോദിക്കും. ഇടയ്ക്കൊരു ട്രാഫിക്കിൽ പെട്ടുപോയി, അതുകൊണ്ട് ഇത്തിരി ലേറ്റ് ആയിട്ടേ വരുള്ളൂ എന്ന് പറയും. അപ്പൊ തന്നെ ആ പെൺകുട്ടിയും കളിയാക്കുന്ന പോലെ, എനിക്കെന്തോ നിന്റെ ബോയ് ഫ്രണ്ട് ഇങ്ങോട്ടേക്ക് വരുമെന്ന് തോന്നുന്നില്ല. മിസ്റ്റർ കിം ഉണ്ടല്ലോ, ഇവിടെ ഒരുപാട് വോളണ്ടിയേഴ്സിനെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്, അതില് ഏതെങ്കിലും ഒരു പയ്യനാ നീ പേരായിട്ട് ചൂസ് ചെയ്തോന്ന് പറയും. ഇത് കേൾക്കുമ്പോ ജിയക്ക് വല്ലാത്ത ദേഷ്യമൊക്കെ വരുന്നുണ്ട്. അപ്പൊ തന്നെ പുള്ളിക്കാരി വീണ്ടും, മിക്കവാറും നിന്റെ കൂടെ ഒരു പയ്യനും സെറ്റ് ആവില്ല, നിന്റെ ക്യാരക്ടർ അങ്ങനെയല്ലേ, നിന്റെ ക്യാരക്ടറിന്റെ കൂടെ ഒരു പയ്യനും സെറ്റ് ആവുമെന്ന് എനിക്ക് തോന്നുന്നില്ല എന്നും പറഞ്ഞ് നല്ല രീതിക്ക് കളിയാക്കിക്കൊണ്ടിരിക്കും. ആ ടൈമിന് സിയ, എനിക്ക് ഇവിടെ നിന്ന് ആരെയും വേണ്ട, നീ വേണമെങ്കിൽ തിരിഞ്ഞു നോക്ക്, എന്റെ ഹാൻസം ആയിട്ടുള്ള ബോയ് ഫ്രണ്ട് വരുന്നത് കണ്ടില്ലേന്ന് ഇങ്ങനെ ചോദിക്കും. പുള്ളിക്കാരി തിരിഞ്ഞു നോക്കുമ്പോ നമ്മുടെ ഹീറോയാണെങ്കിലോ ഭയങ്കര സൂപ്പർ ആയിട്ട് നടന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. ഹീറോനെ കാണുമ്പോ ആ പെൺകുട്ടിക്ക് നല്ല രീതിക്ക് കുശുമ്പ് വരും. അങ്ങനെ തന്നെ സിയനെ തള്ളിവിടും. സിയയും പയ്യെ നിലത്തേക്ക് വീഴാനായിട്ട് പോകുമ്പോ കറക്റ്റ് ആയിട്ട് നമ്മുടെ യാൻ വന്ന് ക്യാച്ച് ചെയ്യും. അങ്ങനെ നേരെ നിർത്തിയിട്ട്, അറിയോ ഓക്കെ ബേബി ഇങ്ങനെ ചോദിക്കും. ആ, ഞാൻ ഓക്കെ എന്ന് പറയും. അങ്ങനെ തന്നെ ആ പെൺകുട്ടിയുടെ അടുത്ത്, ഐ എം യോജിങ് യാൻ, ഞാൻ സിയയുടെ ബോയ് ഫ്രണ്ട് ആണെന്ന് പറയും. ഇത് കേൾക്കുമ്പോ ആ പെൺകുട്ടിക്ക് ദേഷ്യം വന്നോ ഇല്ലയോ, ഇത് കേട്ട് സിയാന് നല്ല രീതിക്ക് ദേഷ്യമൊക്കെ വരുന്നുണ്ട്. അങ്ങനെ ഞാൻ പുള്ളിക്കാരിയുടെ അടുത്തേക്ക് വന്ന സന്തോഷത്തില് സിയ പോയിട്ട് ഒരുപാട് കുടിക്കും. അങ്ങനെ കുടിച്ച് ബോധം ഇല്ലാണ്ടാകുമ്പോ യാനിനെ പിടിച്ച് കിസ് ചെയ്യാനായിട്ടൊക്കെ ശ്രമിക്കും. പക്ഷേ ഇതിനോട് വലിയ താല്പര്യമില്ലാത്ത യാൻ ഫേസ് പയ്യെ തിരിക്കും. ആ ടൈമിനാണ് സിയാൻ അങ്ങോട്ടേക്ക് നടന്നു വരുന്നത്. ഇവനെ കാണുമ്പോ തന്നെ എന്ത് തോന്നിയെന്നറിയാൻ പാടില്ല, സിയനെ പിടിച്ച് ഭയങ്കരമായിട്ട് യാനും കിസ് ചെയ്യാനായിട്ട് തുടങ്ങും. ഇതിന്റെ സന്തോഷത്തില് സിയ വീണ്ടും കുടിക്കും. കുടിച്ചു കുടിച്ച് ബോധമില്ലാണ്ടാകുമ്പോ പുള്ളിക്കാരൻ തന്നെ എങ്ങനെയെങ്കിലും സിയനെ വീട്ടിലേക്ക് കൊണ്ടുവരും. പക്ഷേ സിയക്ക് കുടിച്ച് ബോധമില്ലാണ്ടിരിക്കുകയാണല്ലോ. യാനിനെ പിടിച്ച് ബെഡിലേക്ക് തള്ളിവിട്ട്, ഇന്ന് ഞാൻ എന്തായാലും നിന്നെ വിടില്ല എന്നും പറഞ്ഞ് പയ്യെ യാനിന്റെ അടുത്ത് ക്ലോസ് ആയി കിസ് ചെയ്യാനായിട്ട് പോകും. യാനും ഇത് കണ്ട് ഭയങ്കര ഷോക്കായിട്ട് നിൽക്കുവാണ്. ആ ടൈമിന് പുള്ളിക്കാരിയുടെ ബോധം പോയി യാനിന്റെ മേത്തേക്ക് തന്നെ വീണ് കിടന്നങ്ങോട്ട് ഉറങ്ങും. ഇത് കാണുമ്പോഴാണ് യാനിനും കുറച്ച് ആശ്വാസമാകുന്നത്. അങ്ങനെ നെക്സ്റ്റ് ഡേ മോർണിംഗും ആകും. ആദ്യം തന്നെ സിയയാണ് എഴുന്നേൽക്കുന്നത്. രണ്ടുപേരും ഇങ്ങനെ ക്ലോസ് ആയിട്ട് ഇരിക്കുന്ന കാണുമ്പോൾ പുള്ളിക്കാരിക്ക് ഒന്ന് ഷോക്കാകും. അങ്ങനെ തന്നെ നൈറ്റ് എന്തെങ്കിലും സംഭവിച്ചോ എന്ന് അറിയാനായിട്ട് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കും. ഭാഗ്യം ഒന്നും തന്നെ സംഭവിച്ചിട്ടില്ല. എന്നാലും എന്തൊക്കെയോ സംഭവിച്ചു എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ഞാൻ കണ്ണു തുറക്കുന്നതിന് മുമ്പ് തന്നെ പുള്ളിക്കാരി ഒന്ന് റെഡിയായി നിൽക്കും. ഞാൻ കണ്ണു തുറക്കുമ്പോ തന്നെ, ഈ സിബ് ഒന്ന് എനിക്ക് ഇട്ട് തരാമോ എന്ന് ഇങ്ങനെ ചോദിക്കും. അങ്ങനെ ഞാനും വന്ന് സിബൊക്കെ ഇട്ട് കൊടുക്കും. ഇന്നലെ നടന്നതിനെല്ലാം ഞാൻ ഉത്തരവാദിത്വം ഏറ്റെടുത്തോളാന്ന് സിയ ഇങ്ങനെ പറയും. അപ്പൊ തന്നെ ഞാൻ, അതിന് ഇന്നലെ നൈറ്റ് ഒന്നും നടന്നില്ലല്ലോ എന്ന് പറഞ്ഞു തീരുന്നതിന് മുമ്പ് തന്നെ സിയ വന്ന് സ്റ്റോപ്പ് ചെയ്യും. നീ എന്നെ ഹെൽപ്പ് ചെയ്യുവാണെങ്കിൽ നിന്നെ എന്റെ കമ്പനിയുടെ മോഡലാക്കാം. ഇനി നിനക്ക് എന്നെ വിശ്വാസമില്ലെങ്കിൽ ഒരു 3 മാസത്തേക്ക് കോൺട്രാക്ട് ചെയ്യാം. ആ ഒരു 3 മാസം മുഴുവനും നീ എന്റെ ബോയ് ഫ്രണ്ട് ആയിട്ട് ഇരിക്കണം. അങ്ങനെയാണെങ്കിൽ ഞാൻ നിന്നോട് പറഞ്ഞതെല്ലാം സാധിച്ചു തരാന്ന് പറയും. പക്ഷെ ഹീറോയാണെങ്കിലോ, എനിക്ക് ഇതിനൊന്നും താല്പര്യമില്ല എന്ന് പറയും. അപ്പൊ തന്നെ സിയ യാനിനെ ബെഡിലേക്ക് തള്ളിവിടും. നിനക്ക് എന്നെ വിശ്വാസമില്ലേന്നും പറഞ്ഞ് ഫ്ലേർട്ട് ചെയ്യുന്ന പോലെ യാനിന്റെ അടുത്തേക്ക് ചെല്ലും. ഞാൻ അപ്പൊ തന്നെ സിയനെ പൊക്കിയെടുത്ത് മിസ്ബിഹേവ് ചെയ്യാനായിട്ട് ശ്രമിക്കും. പക്ഷെ ഇതിന് സിയക്ക് താല്പര്യമൊന്നുമില്ല. എന്താ നിനക്ക് താല്പര്യമില്ലേ, നീയല്ലേ എന്റെ അടുത്ത് ബോയ് ഫ്രണ്ട് ആയിട്ട് ഇരിക്കാൻ പറഞ്ഞത്, അപ്പോ നമുക്ക് ഇപ്പൊ തന്നെ എല്ലാം സ്റ്റാർട്ട് ചെയ്യാന്ന് പറയും. അപ്പൊ തന്നെ സിയ, എനിക്ക് ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വർക്ക് ഉണ്ട്, ഞാൻ പോയിട്ട് വരാന്നും പറഞ്ഞ് നൈസായിട്ട് സ്കൂട്ടാവാനായിട്ട് ശ്രമിക്കും. എന്തായാലും നീ പോയിട്ട് വരുമ്പോ കോൺട്രാക്റ്റും കൂടി റെഡിയാക്കി കൊണ്ടുപോവാ, ഞാൻ സൈൻ ചെയ്തോളാന്ന് പറയും. ഇത് കേൾക്കുമ്പോ സിയക്ക് ഒരുപാട് സന്തോഷമാകും. പക്ഷെ ഈ സന്തോഷം അധിക നേരം ഒന്നും നീണ്ടു പോവില്ല. കോൺട്രാക്ട് ഒക്കെ സൈൻ ചെയ്തതിന് ശേഷം നമ്മുടെ യാനാണെങ്കിലോ സിയനെ ഒരു അടിമേനെ പോലെ ട്രീറ്റ് ചെയ്യാനായിട്ട് തുടങ്ങും. എനിക്ക് വിശക്കുന്നു, ഇച്ചിരി ഫുഡ് ഉണ്ടാക്കി കൊണ്ടുപോവാ, എനിക്കിതേ വെള്ളം കൊണ്ടുപോവാ, എനിക്കിതേ കാല് വേദന എടുക്കുന്നു, നീ ഒന്ന് നമുക്കിതാന്നും പറഞ്ഞിട്ട് ഒരുപാട് ജോലികൾ ഇങ്ങനെ പറയാനായിട്ട് തുടങ്ങും. ഇതൊക്കെ കണ്ട് സിയക്ക് വല്ലാത്ത ടെൻഷൻ ആവുന്നുണ്ട്. ദൈവമേ, ആവശ്യമില്ലാണ്ട് ഇവന്റെ കൂടെ
കോൺട്രാക്റ്റിൽ സൈൻ ഇൻ ചെയ്തു. ഇനി ഇങ്ങനെ പോവുകയാണെങ്കിൽ മിക്കവാറും ഇവന്റെ സർവന്റ് ആക്കി എന്നെ മാറ്റും. ഇനി ഞാൻ എന്ത് ചെയ്യുമെന്നും പറഞ്ഞ് ആലോചിക്കും. അപ്പോഴാണ് കയ്യിലുള്ള ഗ്ലാസ് കാണുന്നത്. അങ്ങനെ തന്നെ അതിലുള്ള വെള്ളം ഇയാനിന്റെ മേത്തേക്ക് ഒഴിക്കും. അയ്യോ സോറി, കൈ ഒന്ന് സ്ലിപ്പ് ആയതാണ്, നിങ്ങൾ എന്തായാലും ക്ഷമിക്ക്. ആ ഡ്രസ്സ് ഇങ്ങോട്ട് കൊണ്ടുപോവാ, ഞാൻ തന്നെ എന്റെ കൈ കൊണ്ട് വാഷ് ചെയ്ത് ഡ്രൈ ചെയ്ത് തരാം, വാ നമുക്ക് മുകളിലേക്ക് പോവാന്ന് പറയും. വേണ്ട, ഞാൻ തന്നെ ഇത് ട്രൈ ചെയ്തോളാന്നും പറഞ്ഞ് പുള്ളിക്കാരൻ മുകളിലേക്ക് പോകും. എന്നാലും വിടാണ്ട് സിയ പുറകെ ചെല്ലും. ഞാൻ നിന്നെ ഹെൽപ്പ് ചെയ്യാന്ന് പറയും. വേണ്ട, അതിന്റെ ആവശ്യമൊന്നുമില്ല എന്നും പറഞ്ഞ് പുള്ളിക്കാരൻ മുകളിലേക്ക് കയറി ചെന്ന് ഹെയർ ഡ്രയർ ഓൺ ആക്കും. ആ ടൈമിന് അതിൽ നിന്ന് ഒരുപാട് പൊടി ഇങ്ങനെ പറക്കാനായിട്ട് തുടങ്ങും. ആക്ച്വലി സിയ ഹിയാനിന്റെ അടുത്ത് പ്രതികാരം വീട്ടാനായിട്ട്, അതായത് ഒരുപാട് പണികൾ ഇപ്പോ ചെയ്യിപ്പിച്ചോണ്ടിരിക്കുകയാണല്ലോ, അതിന്റെ ദേഷ്യത്തില് ഹെയർ ഡ്രയറിന്റെ ഉള്ളില് ഗോതമ്പ് പൊടി കൊട്ടി വെച്ചത് നമ്മുടെ സിയയാണ്. ആ ഒരു പൊടി മൊത്തം ഇപ്പോ ഹിയാനിന്റെ മേത്ത് വീണിട്ടുണ്ട്. അതിന്റെ ഒരു ദേഷ്യത്തില് ഹിയാൻ ഭയങ്കരമായിട്ട് ഒച്ച വെക്കും. ഇപ്പോഴാണ് സിയക്കും ഒരു സന്തോഷമൊക്കെ കിട്ടുന്നത്. ആ ടൈമിന് കറക്റ്റ് ആയിട്ട് സിയയുടെ അസിസ്റ്റന്റ് കോൾ ചെയ്യും. ഒരു പ്രശ്നമുണ്ട്, എത്രയും പെട്ടെന്ന് കമ്പനിയിലേക്ക് വരാനായിട്ട് പറയും. അങ്ങനെ സിയയും നേരെ കമ്പനിയിലേക്ക് ചെല്ലും. ആക്ച്വലി സിയയുടെ പുതിയ പ്രോജക്റ്റിന്റെ ഫയല് ആരോ അടിച്ചു കൊണ്ടുപോയിട്ടുണ്ട്. CCTV ഫുട്ടേജ് ചെക്ക് ചെയ്യുമ്പോൾ അതിലൊരു ഇലക്ട്രീഷ്യൻ ആരും അറിയാണ്ട് സിയയുടെ റൂമിലേക്ക് കയറി പോകുന്നത് കാണും. അതിലെ ഡൗട്ട് അടിച്ച സിയ നേരെ ആ ഇലക്ട്രീഷ്യനെ കാണാനായിട്ട് ചെല്ലും. അയാളാണെങ്കിലോ സിയനെ കണ്ട ഉടനെ തന്നെ പേടിച്ച് രണ്ട് ഓടും. സിയയും പുറകെ വെച്ച് പിടിക്കും. അയാള് നേരെ ചെല്ലുന്നത് റൂഫ് ടോപ്പിലേക്കാണ്. ഇത് കാണുമ്പോൾ സിയക്ക് പേടിയാകും. ഓക്കെ നിങ്ങൾ എന്തായാലും കൂളായിട്ടിരിക്കെ, എന്റെ പ്രോജക്റ്റിന്റെ ഫയല് നിങ്ങൾ അടിച്ചുകൊണ്ട് പോയെങ്കിൽ അതിലെന്തെങ്കിലും കാര്യമുണ്ടാകും. എന്തായാലും ഞാൻ അതൊന്നും ചോദിക്കുന്നില്ല, ഞാൻ പോലീസ് കംപ്ലൈന്റും ചെയ്യില്ല, എനിക്ക് ആ ഫയൽസ് മാത്രം തിരിച്ചു കിട്ടിയാൽ മതി എന്ന് പറയും. അയാളാണെങ്കിലോ സിയക്ക് ആ ഫയല് കൊടുക്കാന്നും പറഞ്ഞ് സിയയുടെ അടുത്തേക്ക് വന്ന് അത് കൊടുക്കുന്നതിന് പകരം സിയനെ തള്ളിവിട്ട് അവിടെ നിന്ന് എസ്കേപ്പ് ആവാനായിട്ട് നോക്കും. ആ ടൈമിന് കറക്റ്റ് ആയിട്ട് ഹീറോ അങ്ങോട്ടേക്ക് വന്ന് ആ ഒരു ഇലക്ട്രീഷ്യനെ അടിച്ചിട്ട് സിയയുടെ ഫയൽസ് ഒക്കെ സേവ് ചെയ്യും. അങ്ങനെ രണ്ടുപേരും കൂടി നേരെ വീട്ടിലേക്ക് എത്തും. വീട്ടിലേക്ക് എത്തിയ ഉടനെ തന്നെ, നീ എനിക്കൊരു കോൺട്രാക്ട് സൈൻ ചെയ്യാനായിട്ട് തന്നില്ലേ, അതേപോലെ എനിക്കും ഒരു കോൺട്രാക്ട് ഉണ്ട്, അതിൽ നീ എനിക്ക് സൈൻ ചെയ്ത് തന്നോന്നും പറഞ്ഞ് കുറച്ച് ഫയൽസ് എടുത്ത് സിയയുടെ കയ്യിലേക്ക് കൊടുക്കും. എന്തായാലും ഞാൻ പറഞ്ഞ പോലെയുള്ള ചെറിയ ചെറിയ കണ്ടീഷൻസ് മാത്രമല്ലേ ഉണ്ടാവുള്ളൂ എന്നും പറഞ്ഞിട്ട് സിയയും ആ ഒരു ഫയല് സൈൻ ചെയ്ത് കൊടുക്കും. അത് കഴിയുമ്പോ തന്നെ ഹീറോ ഒരു 1000 പേജെങ്കിലും ഉള്ള ഒരു ഫയൽ എടുത്ത് കൊടുത്തിട്ട്, അതിൽ മാത്രമല്ല ഇതിലും കൂടി നീ സൈൻ ചെയ്ത് തരണോന്ന് പറയും. ഇത് കാണുമ്പോ സിയക്ക് വല്ലാണ്ടാകും. എന്താടെ ഇത്, നിസ്സാര സൈനല്ലേ ഉള്ളൂ എന്ന് വിചാരിച്ച് തന്നപ്പോ ഇതിലൊരു 1000 പേജെങ്കിലും ഉണ്ടല്ലോ, ഇത് സൈൻ ചെയ്ത് തീരുമ്പോഴേക്കും എനിക്ക് മിക്കവാറും 50 വയസ്സെങ്കിലും ആകും, എന്താടാ ഇതെന്നും പറഞ്ഞിട്ട് സിയ ഭയങ്കര ഷോക്കായിട്ട് നിൽക്കാണ്. എന്തായാലും ഇതോടുകൂടി തന്നെ ഇന്നത്തെ പാർട്ടും കൂടി ഞാൻ അവസാനിപ്പിക്കുകയാണ്. നെക്സ്റ്റ് പാർട്ടുമായിട്ട് എത്രയും പെട്ടെന്ന് തന്നെ വരുന്നതായിരിക്കും. അപ്പോൾ പുതിയ കൂട്ടുകാരെങ്കിലും നമ്മുടെ ഈ ചാനൽ വിസിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെയുള്ള ബെല്ലൈക്കണും കൂടി എനേബിൾ ചെയ്ത് വെച്ചേക്കുക. കൂടെ തന്നെ വീഡിയോക്ക് ഒരു ലൈക്കും, വീഡിയോനെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമന്റിലൂടെയും അറിയിച്ച് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നെക്സ്റ്റ് പാർട്ടുമായിട്ട് വരുന്നവരേക്കും ബൈ ബൈ, സീ യു.